ചുറ്റി കാട്ടിലെത്തി. കാട്ടിൽ നിറയെ പച്ചപ്പ്. ഹായ്, എന്ത് രസമാ! നിറയെ പുല്ലുകൾ. പുല്ലും തിന്നാൻ വയറും നിറഞ്ഞ ആട് തലപൊക്കിയപ്പോൾ ആടിന്റെ കൊമ്പിൽ ഇലകളും പുല്ലുകളും കുടുങ്ങി. ഇപ്പോൾ ആടിനെ കണ്ടാൽ ശരിക്കും ഭൂതമാണെന്നേ തോന്നുള്ളൂ. ഹോ, കൊനാത്ത മയക്കം. അങ്ങോട്ട് ചാരിയിരിക്കാം. നാട്ടിലെ ആളാണേ. താനിരിക്കുന്നവളം ഒരു ഗുഹയാണെന്നുള്ള വിചാരം ആടിന് തീരെ ഇല്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനെത്തി. ഇതേതാ ഒരു പുതിയ ജീവി? ഈ ഭീകര രൂപം കണ്ട് സിംഹം ആദ്യമൊന്ന് പരിങ്ങി. പിന്നെ ഒരിക്കൽ കൂടി ചോദിച്ചു, ആരാണോ എന്റെ ഗുഹയിൽ? എന്റെ ഗുഹയിൽ കയറാൻ ഇത്ര ധൈര്യമുള്ള മറ്റൊരാളോ? ആടിന് കേട്ടപ്പോൾ തന്നെ ശരിക്കും പേടിച്ചു കേട്ടോ. എന്തായാലും മരിക്കും, രണ്ടും കൽപ്പിച്ച് ആടും ശബ്ദമുയർത്തി, താനാരാണോ ഇത് ചോദിക്കാൻ? ഇത് കേട്ടപ്പോൾ തന്നെ സിംഹത്തിന്റെ ധൈര്യം ചോർന്നു. ഇവനാള് ചില്ലറക്കാരനല്ല കേട്ടോ. പിന്നെ സിംഹം സകല സാഹസവും ഉള്ളിലേക്ക് എടുത്തു പറഞ്ഞു, ഞാനാണ് കാട്ടിലെ രാജാവ്. എന്റെ ഗുഹയിൽ കയറാൻ ഇത്ര ധൈര്യമോ? ബുദ്ധിമാനായ ആടും വിട്ടുകൊടുത്തില്ല. അപ്പോ നീയാണല്ലേ സ്വയം രാജാവെന്ന് പറഞ്ഞു നടക്കുന്നവൻ? നീ രാജാവാണെങ്കിൽ ഞാൻ ചക്രവർത്തി, സകല കാടുകളുടെയും രാജാവ്. നിന്നെ തന്നെയാടാ ഞാൻ കാത്തിരുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ സിംഹം പേടിച്ചു തിരിഞ്ഞോടി. ഈ വിശേഷങ്ങളെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ടോണ്ടിരുന്ന കുറുക്കൻ സിംഹത്തിന്റെ പുറകെയോടി, രാജാവേ, രാജാവേ, ഒന്ന് നിന്നോളൂ. അങ്ങ് എന്തിനാണ് പരവേശനായി ഓടുന്നത്? നിൽക്കാൻ നേരില്ല. ആ ചക്രവർത്തി എന്റെ കഥ ഇന്ന് തീർക്കും. ചക്രവർത്തിയോ? ആ, അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിൽ ഇരിപ്പുണ്ട്. ഈ കാടിന് നീ രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാട്ടിപ്പോട്ടെ. സിംഹം പറഞ്ഞു. ഈ സിംഹത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, തീരെ ബോധിയില്ല. കുറുക്കനുള്ളിൽ ഒരു ചിരിച്ചു. പ്രഭു, അങ്ങേയാരോ പറ്റിച്ചതാ. വാസ്തവം എന്തെന്നറിയാൻ ഞാനൊന്ന് പോയി നോക്കട്ടെ. ഗുഹയുടെ മുന്നിലെ കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കൻ ആളെ പിടികെട്ടി. പിന്നെ കുറുക്കൻ സിംഹത്തിന്റെ അടുത്തെത്തി. പ്രഭു, അങ്ങയുടെ ഗുഹയിൽ ഒരു ആടാണ്. ആടോ? അതെങ്ങനെ നിനക്കറിയാം? ഞാൻ ഗ്രാമത്തിൽ നിന്ന് എത്ര ആടുകളെയാണ് മോഷ്ടിച്ചിട്ടുള്ളത്. അങ്ങ് വന്നാലും പേടിയാണെങ്കിൽ എന്റെ പിറകിൽ ഒളിച്ചാൻ വേണ്ടി കാട്ടിലെ രാജാവായ ഞാൻ ഒരു നിസാര പീര കുറുക്കന്റെ പുറകിൽ ഒളിക്കുകയോ? സിംഹം പുറവർത്തു. എന്നാൽ ശരി, നമ്മുടെ വായകൾ കൂട്ടിക്കെട്ടാം. ആ ജന്തു തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നോട്ടെ. ഗുഹയുടെ മുന്നിൽ കുറുക്കനെയും സിംഹത്തിനെയും ഒരുമിച്ച് കണ്ട ആടിന് നാളമായി. അവരുടെ വാലുകൾ കൂട്ടിക്കെട്ടിരിക്കുന്ന കണ്ടപ്പോഴാണ് ആടിന് കാര്യം പിടികിട്ടിയത്. ഈ വീരക്കുറുക്കന്റെ ധൈര്യത്തിലാണ് സിംഹം വന്നിരിക്കുന്നത്. കാണിച്ചു കൊടുക്കാം. ആട് മനസ്സിൽ മന്ത്രിച്ചു. അടുത്ത സൂത്രം നടത്തറിഞ്ഞ കുറുക്കൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, എപ്പോൾ എത്തി ചക്രവർത്തി? ബുദ്ധിമാനായ ആടും വിട്ടുകൊടുത്തില്ല. കുറച്ചു നേരമായി ഞാനൊരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ നീ രാജാവിനെ തന്നെ കൊണ്ടുവന്നല്ലോ. എന്താ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത്? അവനെ ഇങ്ങോട്ട് തള്ളിവിടാം, അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇത് കേട്ടപ്പോൾ തന്നെ സിംഹം കുറുക്കന്റെ മേൽ അലറി. പിന്നൊരു ഓട്ടമായിരുന്നു. വായകൾ കൂട്ടിക്കെട്ടിരിക്കുന്ന കുറുക്കന്റെ കാര്യം പിന്നെ പറയേണ്ടല്ലോ. അതോ തോർത്ത ആട് ചിരിച്ചു. കൂട്ടുകാരെ, ആപത്തിൽ നിന്ന് രക്ഷ നേടാൻ ശക്തിയേക്കാൾ
ആവശ്യം. നന്ദി. ഏവരുടെയും മനസ്സിനെ ആകർഷിക്കുവാൻ ഒരു കപ്പിൾ ഡാൻസുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു